എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൊട്ടിയത്തിനും കല്ലുവാതിക്കലും ഇടയ്ക്കുള്ള നാഷണൽ ഹൈവേ 66ൻ്റെ പുതിയ അപ്ഡേറ്റുകളാണ്. കൊല്ലത്ത് നിന്നും കൊട്ടിയത്തേക്ക് പോകുമ്പോൾ ഫ്ലൈ ഓവറിൻ്റെ വടക്ക് ഭാഗത്തെ അപ്രോച്ച് റോഡാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇടത് സൈഡിലെ മെയിൻ റോഡിൻ്റെ ഭാഗത്ത് സെക്കൻഡ് ലെയർ ടാറിംഗ് പൂർത്തിയാക്കി ലൈൻ മാർക്കിങ്ങുകൾ ചെയ്തിരിക്കുന്നതായി കാണാം. ഇത് പറക്കുളം ഭാഗമാണ്. ഇവിടെ നിന്നും നേരെ കാണുന്നത് കൊട്ടിയത്തെ ഫ്ലൈ ഓവറിൻ്റെ വടക്ക് ഭാഗമാണ്. റോഡിൻ്റെ രണ്ട് സൈഡിലും സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നതായി കാണാം. ഓരോ പോളിലും 2 ലൈറ്റുകളാണ് സ്ഥാപിക്കുന്നത്. ഒന്ന് സർവീസ് റോഡിലേക്കും മറ്റേത് മെയിൻ റോഡിലേക്കും. അടുത്തതായുള്ള അപ്ഡേറ്റ് കൊട്ടിയം മൈലക്കാടാണ്. തെന്നി മാറിയ ആറിവാൾ പാനലുകൾ പൂർണ്ണമായും നീക്കം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സോയിൽ ടെസ്റ്റിംഗ് ആണ് നടക്കുന്നത്. പൈലിംഗ് പ്രവൃത്തികൾ ഉടൻ തന്നെ ആരംഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തതായുള്ള അപ്ഡേറ്റ് ഇത്തിക്കര പാലത്തിന് തൊട്ട് മുന്നെയാണ്. ഇവിടെ ഒരു ഭൂഗർഭ അടിപ്പാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആ ഒരു ഭാഗത്താണ് ഇപ്പോൾ അവർ കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തിക്കര പുതുതായി നിർമ്മിച്ച 2 പാലങ്ങളും പഴയ പാലത്തിന് സമാന്തരമായി അതേ ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അടിപ്പാത ഉയർത്തി ചെയ്യാൻ കഴിയുകയില്ല. വളരെ ചെറിയൊരു അടിപ്പാതയാണ് നിർമ്മിക്കുന്നത്. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അളവ് എത്രയാണെന്നുള്ളത് പിന്നെ അറിയാൻ കഴിയുകയുള്ളൂ. ഈ ഒരു ഭാഗത്ത് ഇനിയും വർക്കുകൾ പുരോഗമിക്കാനുണ്ട്. അടുത്തതായിട്ടുള്ളത് ഇത്തിക്കര പാലം കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ്. ഇവിടെ ഇടത് സൈഡിലെ സർവീസ് റോഡ് ആ ഒരു കുന്നിൻ്റെ മുകളിലൂടെയാണ് പോകുന്നത്. ഇപ്പോൾ ആ ഭാഗം മണ്ണ് നിരത്തി ലെവലാക്കുന്ന വർക്കുകളാണ് നടക്കുന്നത്. ഇവിടെ മെയിൻ റോഡ് വരുന്ന ഭാഗത്തും കുറച്ച് മണ്ണ് കൂട്ടിയിട്ടുണ്ട്. അത് പതുക്കെ അവിടെ നിന്നും നീക്കം ചെയ്യുന്ന വർക്കും നടക്കുന്നുണ്ട്. അടുത്തതായിട്ടുള്ള അപ്ഡേറ്റ് തിരുമുക്ക് അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവൃത്തിയാണ്. പഴയ അടിപ്പാതയോട് ചേർന്നല്ല പുതിയ അടിപ്പാത നിർമ്മിക്കുന്നത്. പഴയ അടിപ്പാത കഴിഞ്ഞ് 2 മീറ്ററോളം മാറി റീറ്റെയിനും വാളുകൾ നിർമ്മിച്ച് അതിനുശേഷമാണ് പുതിയ അടിപ്പാതകൾ നിർമ്മിക്കുന്നത്. പഴയ അടിപ്പാതയുടെ അതേ നീളവും വീതിയുമാണ് പുതിയ അടിപ്പാതയ്ക്കും. ഈ അടിപ്പാത ഏകദേശം പരവൂർ റോഡിന് നേരെയായിരിക്കും നിർമ്മിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഭാഗം ചാത്തന്നൂർ ജംഗ്ഷൻ കഴിഞ്ഞ് മെയിൻ റോഡിൻ്റെ ഭാഗമാണ്. ഇവിടെ ലൈൻ മാർക്കിങ്ങുകളെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്ത് പെയിൻറ്റിംഗ് വർക്കുകളാണ് നടക്കുന്നത്. കറുപ്പും വെള്ളയും പെയിൻറ്റ് അടിക്കുന്നതായി കാണാം. 2 സൈഡിലും സ്ട്രീറ്റ് ലൈറ്റുകൾ ഫിക്സ് ചെയ്യുന്ന വർക്കും പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഒരു സൈഡിലുള്ള ലൈറ്റ് മാത്രമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സർവീസ് റോഡിൻ്റെ ഹൈറ്റ് അനുസരിച്ചായിരിക്കും സർവീസ് റോഡിലേക്ക് ഫേസ് ചെയ്യുന്ന ലൈറ്റ് ഫിക്സ് ചെയ്യുന്നത്. കാരങ്കോട് വരെയുള്ള ഭാഗത്തിപ്പോൾ വർക്ക് നടക്കുന്നതിനാൽ വാഹനങ്ങളൊക്കെ സർവീസ് റോഡ് വഴിയാണ് കടത്തിവിടുന്നത്.
ചാത്തന്നൂർ മുതൽ കല്ലുവാതുക്കൽ ടോൾ പ്ലാസ വരെയുള്ള ഭാഗത്തെ നിർമ്മാണ പ്രവൃത്തികൾ 95% മുകളിൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള നടപ്പാതയുടെ വർക്കും സർവീസ് റോഡിൻ്റെ ചില ഭാഗങ്ങളിലെ സെക്കൻഡ് ലെയർ ടാറിങ്ങും ലൈൻ മാർക്കിങ്ങും മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. റോഡിൻ്റെ സൈഡിലൊക്കെ സിഗ്നൽ ബോർഡുകൾ സ്ഥാപിക്കുന്ന വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ടുള്ള പ്രധാന അപ്ഡേറ്റ് കല്ലുവാതുക്കൽ പാറയിൽ ജംഗ്ഷനിലെ സർവീസ് റോഡിൻ്റെ ഭാഗത്തെ വർക്കാണ്. ഇവിടെ ഇടത് സൈഡിലെ സർവീസ് റോഡ് ആ കുന്നിൻ്റെ മുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ഒരു ഭാഗത്തെ പാറ പൂർണ്ണമായും പൊട്ടിച്ചു മാറ്റി മണ്ണ് ലെവൽ ചെയ്ത് GSP ഒക്കെ വിരിച്ചിരിക്കുന്നതായി കാണാം. ഇപ്പോൾ ഇവിടെ ബിറ്റുമിൻ ലിക്വിഡ് ലെയർ ആണ് ചെയ്തിരിക്കുന്നത്. ഉടൻ തന്നെ ഫസ്റ്റ് ലെയർ ടാറിങ് ചെയ്യുമായിരിക്കും. ചാത്തന്നൂരിനും കല്ലുവാതുക്കലിനും ഇടയ്ക്ക് ഈ ഒരു ഭാഗത്ത് മാത്രമാണ് സർവീസ് റോഡ് പെൻഡിങ്ങായി ഉണ്ടായിരുന്നത്. കല്ലുവാതുക്കൽ ടോൾ പ്ലാസയുടെ വർക്കും പുരോഗമിക്കുകയാണ്. കൂടാതെ പാരിപ്പള്ളി ഫ്ലൈ ഓവറിൻ്റെ വടക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തും ഇപ്പോൾ സെക്കൻഡ് ലെയർ ടാറിങ് കഴിഞ്ഞ് ലൈൻ മാർക്കിംഗ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. കൊല്ലം ബൈപ്പാസിൻ്റെ വീഡിയോകളുമായി ഉടൻ തന്നെ വരാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.